പ്രിയമുള്ളവരെ, ഇസ്ലാമിക സമൂഹം വളരെയധികം ഇണക്കത്തോടെയും മമതയോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ടവരാണ്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി മുഖേനയോ ഇടപാടുകളിലോ ഇടപെടലുകളിലോ അകൽച്ചയുണ്ടാക്കുന്ന, ചിത്രതയുണ്ടാക്കുന്ന, വിള്ളലുണ്ടാക്കുന്ന ഒന്നും ഇസ്ലാമിക സമൂഹത്തെ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്. 3 പേർ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് അവരിൽ 2 പേർ സ്വകാര്യം പറയരുത് എന്ന് പോലും ഇങ്ങനെ വിശ്വാസത്തോടെ പഠിപ്പിച്ചത്. ഇതാ കുന്തും തലാഖതൻ ഫലാ യതനാദസനാനി ദൂന സാലിസ്. 3 പേർ നിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് 2 പേർ സ്വകാര്യത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞതിന് കാരണം പറഞ്ഞത് ഫൈനദാലിക യഖ്സിറുഹു എന്നാണ്. അത് മൂന്നാമത്തവന് മനപ്രയാസം ഉണ്ടാകും. 2 പേര് ഒറ്റയ്ക്ക് സ്വകാര്യം പറയുമ്പോൾ മൂന്നാമത്തെ വ്യക്തിക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാക്കാൻ, തന്നെ കുറിച്ചാണോ എന്നുള്ളൊരു ചെറിയ തോന്നലെങ്കിലും ഉണ്ടായെങ്കിലോ അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കുമെന്നത് കൊണ്ടാണ്. അത്രമാത്രം ഈ ഇസ്ലാമിക സമാജത്തിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിന് മുറിവേൽപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ചിത്രതയുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന ഒന്നും വ്യക്തികളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മതം നമുക്ക് പഠിപ്പിക്കും. എന്നാലും മനുഷ്യരാണ്, പിണക്കങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പരസ്പരം ചിത്രതയുണ്ടാവാം, ഒക്കെ ശരിയാണ്. സഹോദരങ്ങൾ തമ്മിൽ തന്നെ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, വാപ്പയും മക്കളും തമ്മിൽ പിണക്കമുണ്ടാവാറുണ്ട്, കുടുംബങ്ങൾ അകൽച്ചയിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, കൂട്ടുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണങ്ങൾ പലതായിരിക്കാം. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കുടുംബപരമായ പ്രശ്നങ്ങളാവാം, സംഘടനാ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളായിരിക്കാം, പലതുമാവാം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അത് ഒരു അനാരോഗ്യകരമായ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് തകർച്ചയുണ്ടാക്കുന്ന രീതിയിൽ അനാരോഗ്യകരമായ തലത്തിലേക്ക് നീങ്ങരുത് എന്ന് ഇസ്ലാമിന് കൃത്യമായ താല്പര്യമുണ്ട്, നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പിണക്കത്തിന് പോലും ഒരു ഡെഡ് ലൈൻ ഇസ്ലാം നിശ്ചയിച്ചത്. പിണങ്ങി നിൽക്കാൻ പോലും ഒരു അവധി നിശ്ചയിച്ചൊരു മതമാണ്. 3 ദിവസം മാത്രമേ പിണങ്ങി നിൽക്കാവൂല. ആ 3 ദിവസം എന്തിനുള്ളതാണ്? വാശി, കുറുമ്പ്, ഇതൊക്കെ ഒന്ന് അടങ്ങാനുള്ള ദിവസം അത്ര മതി. മനുഷ്യരല്ലേ, പരസ്പര വക്കാളം കൂടി തർക്കമുണ്ടായി, അത് ആ കോപത്തിന്റെ ഒരു കാലഘട്ടം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ശാന്തമാവണം മനസ്സ്, തിരിച്ചു വരണം പടയിലേക്ക്. അതുകൊണ്ട് അതിനുള്ളൊരു കാലാവധി ഇസ്ലാം അനുവദിച്ചു കൊടുക്കും, 3 ദിവസം. അത് കഴിഞ്ഞാൽ 2 പേരും പരസ്പരം കാണണം, 2 പേരും പരസ്പരം സലാം പറയണം. ആ 2 പേരിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും ഗുണമുള്ളവൻ ആദ്യം സലാം പറയുന്നവനാണ്. അങ്ങോട്ട് പോയി എല്ലാ ഈഗോയും മാറ്റിവെച്ച്, എല്ലാവിധ വൃത്തികെട്ട ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, കുറെ താഴ്ന്നുകൊണ്ട് പോയി അങ്ങോട്ട് സലാം പറയുന്നവനാണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അത്രമാത്രം ലാ യഹില്ലു മുസ്ലിം അയ്യഹുജറ അഖാഹു ഫൗക 3 ലയാൽ. ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനോട് 3 ദിവസത്തിനേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. നിർദ്ദേശമാണ് അല്ലാഹു റസൂലിന്റെ. അത്രമാത്രം ഈ സമൂഹം ഒറ്റക്കെട്ടായി ജീവിക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയം, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, നമുക്കത് ചിത്രതയുണ്ടാക്കുന്ന, പിണക്കമുണ്ടാക്കുന്ന ഇതിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ഇത് മനുഷ്യന്റെ ആജന്മ ശത്രുവായ, പ്രഖ്യാപിത ശത്രുവായ പിശാചാണ് എന്നാണല്ലോ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ. ഖുർആൻ പലയിടങ്ങളിലുള്ളതാണ്. ശൈത്താൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. ഹദീസിലുണ്ട് ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യഅബുദഹുൽ മുസല്ലിൻ ഫീ ജസീറത്തുൽ അറബ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജസീറത്തുൽ അറബ്, ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇനി നിസ്കരിക്കുന്ന ആളുകൾ പിശാചിനെ ആരാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിശാച് നിരാശനാണ്. അറേബ്യയിൽ ഇനി പിശാചിനെ പരസ്യമായിട്ട് പൂജിക്കുന്ന, ആരാധിക്കുന്ന വിഭാഗം ഉണ്ടാവില്ല. അറബികളിൽ മുസ്ലിമീങ്ങളിലൊക്കെ ഉണ്ടാവില്ല. റസൂൽ ദർശനം ചെയ്യുന്നു.
പല ഹിഫ്താഹിബൈനോ, പക്ഷേ പിശാചിന്റെ പ്രതീക്ഷ നിങ്ങളിലെ വഴക്കിലും വക്കാണത്തിലുമാണ്. നിങ്ങൾ പരസ്പരം പിണങ്ങും, തർക്കിക്കും, ഗ്രൂപ്പിസം ഉണ്ടാകും, അന്തചിന്തയുണ്ടാകും. അതിലാണ് പ്രതീക്ഷ വെക്കുന്നത് പിശാച് എന്ന് പുണ്യനബി തങ്ങൾ പറയുന്നത്. പിശാച് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. വേറെ ഹദീസ് ബുഖാരിയുടെ ഹദീസിൽ, മുസ്ലിമിന്റെ ഹദീസ് കാണാൻ കഴിയുന്നു. ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ. പിശാച് എല്ലാ ദിവസവും തന്റെ അർശ്, തന്റെ സിംഹാസനം കടൽപ്പരപ്പിൽ, കടലിന്റെ നടുവ് കൊണ്ട് കൊണ്ടുവെക്കും. സുമ്മ യബഅസു സറായാഹു, പിന്നെ അവൻ തന്റെ സൈന്യത്തിലെ ഭൂമികയുടെ പല ഭാഗത്തേക്ക് വിന്യസിക്കും. ലക്ഷക്കണക്കിന് പിശാച് കുട്ടികളെ ശൈത്താന്മാരെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ വിന്യസിക്കും. എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മനുഷ്യൻ നിർവാചകൻ വഴിതെറ്റിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്കുള്ള റൂട്ടിൽ മനുഷ്യരെ വഴിതിരിച്ചു വിടാൻ വേണ്ടി പിശാച് തന്റെ സൈന്യത്തിനെ ഭൂമിയിൽ പല ഇടങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലക്ഷക്കണക്കിന് ശൈത്താൻ കുട്ടികളിൽ പിശാചിന് ഏറ്റവും, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഏറ്റവും ഫിത്തന ഉണ്ടാക്കിയവനായിരിക്കുന്ന, സമൂഹത്തിലെ ഏറ്റവും ഫിത്തന ഉണ്ടാക്കിയ ആളായിരിക്കും പിശാചിന് ഏറ്റവും അടുത്തവൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ഓരോ ദിവസവും വന്ന് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ശൈത്താന്മാർ വന്നിട്ട് ഇബ്ലീസിനോട് പറയുന്നത്, റസൂൽ പറയാണ്, ഞാൻ ഇന്ന പണിക്ക് ചെയ്തു, ഇന്നവിടെയൊക്കെ ചെയ്തു. ഓരോരുത്തരും നാട്ടിലുണ്ടാക്കി ഫിത്തനയും ഫസാദും കുഴപ്പം ഓരോരുത്തരും വന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇത് ചെയ്തു. നിസ്കരിക്കാൻ പോണ ആളെ ഞാൻ വിലക്കാൻ സാധിച്ചിട്ടുണ്ട്, നോമ്പ് ബാത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഗീബത്ത് പറയാനും പരദൂഷണം പറയാനും അതുപോലെ തന്നെ നിയമത്തുണ്ടാക്കാനൊക്കെ ഞാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലതും ചെയ്യുന്ന പണിയിൽ വിജയിച്ചത് വന്നിട്ട് നേതാവിനോട് ഇബ്ലീസിനോട് പോയി പറഞ്ഞു കൊടുക്കുന്നു. ശൈത്താൻ ഇഷ്ടപ്പെടൂല, ഇതൊന്നൊന്നുമല്ലടോ, ഒന്നുമല്ല, ചെയ്ത ശരിയായില്ല, അതൊന്നും പോരാ എന്ന് പറയും. ശൈത്താൻ തൃപ്തിപ്പെടൂല. വേറെ പറയും, വേറെ ശൈത്താൻ എന്നിട്ട് പറയും, ഞാൻ ഒരു വീട്ടിൽ പോയി, നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താവാണ്, അവിടെ ഞാൻ വേണ്ടാത്ത പണി ചെയ്തുകൊണ്ട് എന്റെ പേരെയും തിരിച്ചിരിക്കുന്നു. ഭാര്യയും ഭർത്താവ് എന്റെ വഴിക്കാക്കിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ശൈത്താൻ പോയിട്ട് ഇബ്ലീസിനോട് പറയുമ്പോ ശൈത്താൻ പറയും, നീ ചെയ്ത നല്ല പണി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുന്നുണ്ട്. മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ദമ്പതികൾക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, മഹല്ലിലെ വ്യക്തികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ചിത്രയും ഉണ്ടാകുന്നുള്ള ശൈത്താന്റെ ഒരു പ്രഖ്യാപന വിഷയമാണ്. അപ്പൊ സമൂഹത്തിന് റോളുണ്ട് ഇവിടെ, ഇസ്ലാമിന്റെ സമൂഹത്തിന് ഒരു റോളുണ്ട്. അത് പിണങ്ങിയ ആളുകൾക്കിടയിൽ രഞ്ജിപ്പിന്റെ, യോജിപ്പിന്റെ, ഇണക്കത്തിന്റെ വഴികൾ തേടാന്നുള്ളതാണ്, അത് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെല്ലാവിധ വഴികളും തേടണം. ഏതറ്റം വരെയും പോകാൻ ഇസ്ലാം നമ്മൾ അനുവദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. നോക്കൂ സഹോദരങ്ങളെ, കളവ് പറയാൻ എത്രമാത്രം കുറ്റകരമായ കാര്യമാണ് കള്ളം പറയാന്നുള്ളത്. മുനാഫിഖിന്റെ ലക്ഷണമായിട്ട് പുണ്യദീൻ പഠിപ്പിച്ച, ഒന്നാമത്തെ പ്രവാചകനെ പഠിപ്പിച്ച ഒരു ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണല്ലോ കളവ് പറയാന്നുള്ളത്. ആയത്തുൽ മുനാഫിഖ് സലാത്ത്, നമുക്കറിയാവുന്ന ഹദീസാണ്. മുനാഫിഖിന്റെ ലക്ഷണം 3 എണ്ണമാണ്. ഇത് ഒന്ന് പറഞ്ഞത് വായ തുറന്നാൽ കള്ളം പറയാനുള്ളത്. കളവ് പറയുന്നവൻ മുനാഫിഖാണ്, അതിന്റെ ലക്ഷണമുള്ളവൻ ആളാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാനാണ്, പിണങ്ങിയ ഭാര്യയും ഭർത്താവിനെയും നന്നാക്കാൻ വേണ്ടി കള്ളം പറയുന്നവരെ റസൂൽ പറയാം. പിണങ്ങിയ കൂട്ടുകാർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ കളവ് പറയുന്നവരെ പറ്റി പറയാണ്. ഭർത്താവിനോട് വീട്ടിൽ പറയാണ്, എന്റെ ഭാര്യ അതിനെ കുറിച്ച് ഈ പണക്കത്തിനിടയിൽ വ്യക്തമായി നന്നായിട്ട് പറയുമെന്ന് പറഞ്ഞിട്ടില്ല. ഭാര്യയോട് വീട്ടിൽ പറയാൻ, നിന്നെ കുറിച്ച് എന്തൊരു അഭിപ്രായമാണ് ഭർത്താവ്, എന്തൊരു നല്ല സ്വഭാവമുള്ള ആളായിട്ടാണ് നിന്നെ കുറിച്ച് എപ്പോഴും എന്റെ ഭർത്താവ് ഞങ്ങളോട് പറയാറുള്ളത്, ഇല്ലാത്തത് പറയാം. കളവാണെങ്കിൽ പോലും റസൂൽ പറയും, മനുഷ്യർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ, സുഖമുണ്ടാക്കാൻ, നന്മയുണ്ടാക്കാൻ, യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവൻ, അവൻ പറയുന്നത് കള്ളമല്ല, അവൻ കള്ളം പറയുന്നവനല്ല എന്ന് പുണ്യ നബി പറയും. അവൻ പറയുന്ന നന്മയാണ്, നല്ലതാണ്. അപ്പൊ കളവ് പറഞ്ഞു പോലും യോജിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് മല പറയുമ്പോൾ അത് എത്രമാത്രം അവരാണ് മനസ്സിലാക്കുക. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിക്കുന്ന അമലാണ് നിസ്കാരം. തർക്കമില്ലല്ലോ. അക്രമമായി ഒരു മനുഷ്യൻ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം നിസ്കാരത്തിലാകുമ്പോഴ, സുജൂദിൽ കടക്കുമ്പോഴ. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സുജൂദ്. അഥവാ റബ്ബിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിക്കുന്ന, റബ്ബുമായിട്ട് ഏറ്റവും ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്ന അമലാണ് നിസ്കാരം. നോമ്പ് തുല്യതയില്ലാത്ത അമലാണ് പറഞ്ഞത്. അതേപോലെ
നോമ്പ് പിടിക്കണപ്പോൾ സുന്നത്ത് പതിവാക്കണം. അതിന് സമാനതയില്ല, വലിയ തുല്യതയില്ലാത്ത അമലാണ് നോമ്പ്. ദാനം റസൂൽ പറയും, നരകത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലായിട്ട് റസൂൽ എന്തിയത് ദാനമാണ്. ഒന്നുമില്ലെങ്കിലും ഒരു ഈത്തപ്പഴത്തിന്റെ ചീള്, അതിന്റെ കഷ്ണമെങ്കിലും ദാനം ചെയ്തുകൊണ്ട് നരകാഗ്നിയെ രക്ഷപ്പെടണേ, നരകാഗ്നി മോചനം നേടണേ റസൂൽ പഠിപ്പിച്ചു. എന്നാൽ ഈ നിസ്കാരത്തിനേക്കാളും നിസ്കാരത്തിനേക്കാളും സുന്നത്ത് നോമ്പിനേക്കാളും ഐച്ഛിക ദാനത്തിനേക്കാളും ഒക്കെ ഒരിക്കലും റസൂൽ ഏറ്റവും ശ്രേഷ്ഠനായി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. റസൂൽ പറയുന്ന നോമ്പിനേക്കാൾ നിസ്കാരത്തിനേക്കാൾ ദാനത്തിനേക്കാൾ ഹൈറായ ഏറ്റവും ശ്രേഷ്ഠമായ വലിയ ദറജ കിട്ടുന്ന, സ്വർഗത്തിൽ വലിയ പദവി കിട്ടുന്ന ഒരു അമൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചോദിക്കുകയാണ്. അതുപോലെ നബി പറഞ്ഞാൽ മഹാനായ പ്രവാചക വിശ്വാസം പറഞ്ഞു കൊടുക്കാണ്, പിണങ്ങിയവർക്കിടയിൽ യോജിപ്പിന്റെ വഴി തേടുക, പിണങ്ങിയവരെ ഒന്നാക്കുക, കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ അത് പരിഹരിച്ചുകൊണ്ട് ഒന്നാക്കാൻ പരിശ്രമിക്കുന്നത് ദീർഘനേരം സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, കുറെ കാലം സുന്നത്ത് നോമ്പ് പഠിക്കുന്നതിനേക്കാൾ, ധാരാളമായി ഐച്ഛിക ദാനം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ വലിയ അമലാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മഹത്വം നാം മനസ്സിലാക്കും. അത്ര വലിയൊരു അമലായിട്ടാണ് മതം അതിനെ കാണുന്നത്. ഇസ്ലാഹിനെ ശ്രമിക്കാതിരിക്കാനുള്ളത് റസൂലിനെ കുറിച്ച് പറഞ്ഞത് പിണക്കം തീർക്കാൻ ശ്രമിക്കാതിരിക്കുക, കക്ഷിത്വവും ഭിന്നിപ്പും ഒക്കെ നിങ്ങളുടെ മതവും നിങ്ങളുടെ ഭൗതികതയും ഒക്കെ തുടച്ചു നീക്കിക്കൊണ്ടുപോകുന്ന കാര്യമാണ്. ദുന്യാവിൽ നേട്ടങ്ങളും ആഹ്റത്തിൽ നേട്ടങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കക്ഷിത്വം. ഈ ഇസ്ലാഹിൽ ശ്രമിക്കാതിരിക്കുക എന്നും മതം നമ്മൾ പഠിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തന്നെ നേരിട്ട് ഇതുപോലെ കാര്യം ഇടപെടാറുണ്ടായിരുന്നു. എത്രയോ സംഭവങ്ങൾ. എന്നാൽ പ്രവാചകന്റെ കാലത്ത് മസ്ജിദുൻ നബവിയിൽ എല്ലാം ഇമാം നിൽക്കാറുണ്ട്. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് അല്ലാഹു റസൂൽ അല്ലാത്ത ഇമാം നിന്നിട്ടുള്ളൂ. നബി തന്നെ വൈകി വരുന്ന സമയം വളരെ കുറവാണ്, ഉണ്ടാവാറില്ല, അപൂർവം. ഒറ്റ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ്. മഹാനായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഈ ഖുബാ പള്ളിയുടെ ഭാഗത്തുള്ള മുസ്ലിങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ടായി. സ്വഹാബത്താണ് എല്ലാം ഇസ്ലാമിന്റെ മാധുര്യമൊക്കെ അനുഭവിച്ചിരുന്ന ആളുകളാണ്. തർക്കമുണ്ടായപ്പോൾ അത് പഴയ ജാഹിലിയത്തിലേക്ക് പോയി പരസ്പരം കല്ലേറും തർക്കപ്പെട്ടായതാണ്. തന്റെ പ്രവാചകൻ തീർക്കാൻ വേണ്ടി പോയി മണിക്കൂറുകളോളം ചെലവഴിച്ച് അന്ന് ജമാഅത്തിൽ പോലും തന്റെ പ്രവാചകൻ വൈകിപ്പോയി എന്നാണ്. തന്റെ പ്രവാചകൻ ജമാഅത്ത് വൈകാണ്ടായ കാരണമായത് ഇസ്ലാഹ് ദാഖിലിന് വേണ്ടിയാണ്, തർക്കം തീർക്കാൻ വേണ്ടി ഉണ്ടാകുന്നത്. ദമ്പതികൾക്കിടെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് തനിക്കുണ്ടാകുന്ന പ്രശ്നം നേരിട്ടാണ് പറഞ്ഞത്. ആയിഷാ ബീവിക്ക് അടിമ സ്ത്രീ ഉണ്ടാകുന്ന ബരീറ എന്നാണ് ആയിഷാ ബീവിയുടെ വീട്ടിൽ. ആ ബരീറ റളിയല്ലാഹു തആല അൻഹയെ മഹാനായ മഹദി ആയിഷ റളിയല്ലാഹു തആല മോചിപ്പിച്ചു. ബരീറ മോചിതയായപ്പോൾ ഭർത്താവിനെ കൈയൊഴിച്ചുകൊണ്ടതാണ്. ഭർത്താവ് മുഗീസ്, ഭർത്താവ് അടിമയാണ്, ഭാര്യ സ്വതന്ത്രയുമാണ്. ഇസ്ലാം നൽകുന്ന നിയമമുണ്ട്, ഭാര്യ സ്വതന്ത്രയായി കഴിഞ്ഞാൽ തന്റെ ഭർത്താവിനെ സസ്യ ചെയ്യാൻ വേണമെങ്കിൽ ഭർത്താവായി കുറച്ച് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇസ്ലാം നൽകിയ പെണ്ണ് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ബരീറ റളിയല്ലാഹു തആല അൻഹ പിന്നെ ഞാൻ സ്വതന്ത്രയായി മുഗീസ് എന്ന് പറയുന്ന അടിമയായ ഭർത്താവിലേക്ക് വേണ്ട തീരുമാനിക്കും. അവരൊക്കെ തീരുമാനിച്ചു. പക്ഷേ മുഗീസ് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ബരീറയെ, വല്ലാത്ത പ്രണയമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ബരീറ മുഗീസിനെ കൈയൊഴിച്ചപ്പോൾ ഈ മുഗീസ് തന്റെ പ്രിയതമയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവൾ പിന്നാലെ നടക്കുന്നു. മദീനയിലെ തെരുവുകളിലൂടെ അവളുടെ പിന്നിൽ നടക്കുന്ന ഭർത്താവിനെ ആയിഷ ബീവി പറയാണ്, ഞാനിങ്ങനെ എപ്പോഴും എന്റെ കണ്ണിൽ കാണാൻ ആയിഷ ബീവി പറയുന്ന കാലത്ത് ഞാൻ എപ്പോഴും എന്റെ കണ്ണിൽ കാണാൻ. ബരീറയെ കിട്ടാൻ വേണ്ടി, ബരീറയോട് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവളുടെ പിറകിൽ നടക്കുന്ന ആ മുഗീസിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആയിഷ ബീവി പറയുന്നത്. അത്രമാത്രം വൈകാരികമായ സംഭവമായിരുന്നു. നല്ല പ്രവാചക വിശ്വാസം ഇടപെട്ടു നന്നാക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബരീറോട് പറഞ്ഞു, ബരീറ നീ മുഗീസിനെ കാണുന്നില്ല, എന്തൊരു സങ്കടമാണ് ഈ കാഴ്ച. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും മുഗീസിനെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കാം. ബരീറ റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, പ്രവാചകനെ എന്നോട് കൽപ്പിക്കാണോ നിർദ്ദേശിക്കാണോ? ഒന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ വഴിയില്ല, റസൂൽ കൽപ്പിച്ചാൽ പാലിക്കണം, നിർബന്ധമാണ്. എന്തിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റസൂൽ കൽപ്പിച്ചാൽ പാലിക്കണമല്ലോ. നിർദ്ദേശിക്കാമെന്ന് ചോദിച്ചു. മഹാനായ പ്രവാചക വിശ്വാസം പറഞ്ഞില്ല,
നിർദ്ദേശിക്കാൻ എനിക്ക് അധികാരം എന്റെ സ്വാതന്ത്ര്യമാണ്. ഇന്നമാന ഷാഫിയെ റിക്വസ്റ്റ് മാത്രമാണ്, എന്റെ ചെറിയൊരു ആവശ്യം മാത്രമാണ്, നീ പരിഗണിച്ചാൽ നല്ലത്. പക്ഷേ വലിയ അനുവദിച്ചില്ലാണ്. പക്ഷേ അല്ലാതെ പ്രവാചകൻ യോജിപ്പിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ധാരാളം സംഭവം കാണാൻ കഴിയും. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓമനപ്പേര് അബൂ തുറാബ് എന്നാണ്. ഹദീസിലുണ്ട്, ഇമാം ബുഖാരി ഹദീസിൽ മാ കാന അലിയിൻ ഇസ്മുൻ അഹബ്ബു ഇലൈഹി മിൻ അബീ തുറാബ്. അലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വിളിപ്പേര് അബൂ തുറാബ്. അബൂ തുറാബ് എന്ന മണ്ണ് പുരണ്ടവൻ. ആ പേരുണ്ടാവാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ വീട്ടിൽ മകളെ വീട്ടിൽ ചെന്നപ്പോൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ഭർത്താവിനെ കാണുന്നതിന്റെ കുറച്ച് സമയമാണ്, ഇതിന്റെ ആവശ്യപ്പെടുന്ന സമയം. അതിനെ ബ്രാഹ്മണേക്ക് ചോദിച്ചു, എവിടെയാണ് ഭർത്താവ്, എവിടെ പോയി, ആളെവിടെ പോയി എന്ന് ചോദിച്ചു. മഹതിയായ ഫാത്തിമ റളിയല്ലാഹു തആല പറയാണ്, കാന ബൈനി വ ബൈനഹു ശൈഉൻ ഫഖാറബനി ഫഖറജ ഫലം യഖി ഇൻദി. നബിയെ, പ്രിയപ്പെട്ട പിതാവിനോട് പറയാണ്, മോൾ പറയാണ്, ഫാത്തിമ ബീവി പറയാണ്, ഞാനും അലിയും തമ്മിൽ തർക്കമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. എത്ര വലിയ ആളുകളാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, അനൈക്യം ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഫാത്തിമ ബീവി പറയാണ്, ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായി, കണക്കുണ്ടായി. അദ്ദേഹം ഫഖാറബനി, എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി വീട്ടിൽ. സ്ഥലം എഴുതി ഇവിടെ നിന്ന് വിശ്രമിക്കാനോ ഉറങ്ങാനോ അദ്ദേഹം ഇല്ല, ഞാൻ പോയിരിക്കണം, എങ്ങോട്ടും പോയി നാം. മഹാനായ പ്രവാചക വിശ്വാസമൊന്നും വേണ്ടിയില്ല. സ്വർഗീയ വനിതകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു തആല. എന്റെ മകളെ വേദനിപ്പിച്ചു തങ്ങൾ റസൂലുള്ളാഹില്ല. അല്ലാതെ ഒരാളെ വിട്ടു അലിയെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ ആൾ മുന്നിൽ പറഞ്ഞു, അലി അവിടെ കടന്നു, യാ റസൂലല്ലാഹ് മദീന പള്ളിയിൽ ഉറങ്ങുന്നുണ്ട് അലി എന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം നേരെ പള്ളിയിലേക്ക് വെച്ച് വിളിച്ചു. ചെന്ന് നോക്കുമ്പോൾ അലികളെ ചെന്ന് കണ്ടിട്ട് ഉറങ്ങാണ്. അലി റളിയല്ലാഹു തആലാന്റെ ശരീരത്തിൽ നിന്ന് അല്പ വസ്ത്രങ്ങൾ നീങ്ങിയിട്ട് ആ ചുമലൊക്കെ മണ്ണ് പുരണ്ടിരിക്കുന്നു. മദീന പള്ളിയുടെ താഴെ മണലും മണ്ണുമാണല്ലോ, ഇന്നത്തെ പോലെ കാർപ്പറ്റും മറ്റൊന്നുമില്ല. അങ്ങനെ വസ്ത്രത്തിൽ മണ്ണ്, ശരീരത്തിൽ മണ്ണ് പുരണ്ടിരിക്കും. അതാണ് പ്രവാചകന്റെ സമീപത്തിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് അലിയുടെ ശരീരത്തിൽ നിന്ന് മണ്ണ് തുടച്ചിങ്ങനെ പറയുന്നുണ്ട്, അബൂ തുറാബ്, മണ്ണ് പുരണ്ടവൻ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ എഴുന്നേൽപ്പിച്ച് കുട്ടിയിലേക്ക് കൊണ്ടുപോകുന്ന ദമ്പതികൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്ന സ്നേഹധന്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹ്, നന്മ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാഹു നേരിട്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നത് ഒരു ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവം, നബി സഹാബത്തെ നേരിട്ടുള്ള സമയത്ത് എല്ലാം ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഉമർ ഫാറൂഖ് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് മാ അൽഹഖ യാ റസൂലല്ലാഹ് ചിരിക്കുന്നത് ചോദിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലാനി മിൻ ഉമ്മത്തി തതയാ ബൈന യദൈഹിൽ ഇൻസ. ഞാൻ ഇങ്ങനെ നാളെ മഹ്ശർ ഉണ്ടാകുന്ന കാര്യബോധത്തോട് ചിരിച്ചു പോയതാണ്. രണ്ടാളുകൾ അള്ളാഹിന്റെ മുമ്പിൽ മഹ്ശറിൽ വരുന്നു. രണ്ടുപേര് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരാൾ പറയും അല്ലാഹുവേ, ഇയാൾ എന്നോട് ദുനിയാവിൽ വെച്ചുകൊണ്ട് അന്യായം കാണിച്ചിട്ടുണ്ട്, അനീതി കാണിച്ചിട്ടുണ്ട്, ദുൽമ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹക്ക് വേണം, എന്റെ അവകാശം വേണം. ഇത് ഹക്ക് വിട്ടപ്പെടുന്ന ലോകമല്ല, അതുകൊണ്ട് എന്റെ ഹക്ക് വേണം എന്നാണ് പറയുന്നത്. അതാ പറയുന്നു, ഇയാളുടെ മതവിലത്ത് കൊടുക്കുമെന്ന് പറയും. ഇയാളുടെ നീ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഹക്ക് വെട്ടി കൊടുക്കാൻ പറയും. അയാൾ പറയും, പടച്ചോനെ ഒന്നും എന്റെ കയ്യിലില്ല, ഹസനാത്തുകൾ തീർന്നിരിക്കുന്നു. എന്താ ആഖിറത്തിന്റെ അവസ്ഥ? ഹദീസിലുണ്ട്, ഇവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ഒരാളെ ഹക്ക് എടുത്തിട്ടുണ്ട്, അതൊക്കെ അള്ളാഹ് തിരിച്ചു കൊടുക്കുന്ന ദിവസമാണ്. എല്ലാം തീർന്നു പോയിരിക്കുന്നു. ഈ വലം ഒന്നുമില്ല അള്ളാഹ് എന്ന് പറയും. അപ്പോ അള്ളാഹ് പറയുമ്പോഴോ ഈ പരാതിക്കാരന് പറയും, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്താ ചെയ്യാ? ഹദീസാണ്, അള്ളാഹ് റസൂൽ പറയുന്ന സംഭവമാണ്, മനോഹരമായ സംഭവമാണ്. അപ്പൊ ഇയാൾ പറയും, ഒന്നുമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, എന്റെ തെറ്റ് അങ്ങോട്ട് ഇട്ടോട്ടെ. ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് ഞാൻ, തെറ്റുകളുടെ എന്റെ കയ്യിൽ, ആ തെറ്റുകളൊക്കെ അയാളെ ഏറ്റെടുത്തോട്ടെ എന്ന് പറയും. വല്ലാത്ത രംഗമാണല്ലോ അത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യമാണ്, ഇവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിന. റസൂൽ പറയാണ്, എല്ലാ ദിവസമാണ് നാം ചെയ്യാത്ത തെറ്റുകൾ, നാം ചെയ്യാത്ത പാപങ്ങൾ നാം ഒരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല, അനാവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്തത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടുന്ന വല്ലാത്തൊരു ഭയാനകമായ നാളാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ കരഞ്ഞുപോയത്. പ്രവാചകൻ ഈ രണ്ടുപേർക്കിടയിൽ പ്രശ്നം പരിഹരിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടുപേർക്കിടയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലാഹ് പറയും ഈ പരാതിക്കാരനോട്, നീ തലകെട്ടി നോക്കടോ, ഒന്ന് മുകളിലേക്ക് നോക്ക്, ആ സ്വർഗീയ ആരാധനയിലേക്ക് നോക്കൂ എന്ന് പറയും. അത് പറയും, എന്താ കാണുന്നത്? അത് പറയും,
ഞാൻ അല്ലാഹുവേ ഒരു മനോഹരമായ വെള്ളിയുടെ പട്ടണം കാണുന്നു. വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണം. അതിൽ ഒരുപാട് സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ കാണുന്നു. അവയെല്ലാം മുത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ സ്വർണ്ണ നിർമ്മിതികളുടെ കൊട്ടാരങ്ങളുടെ ഒരു ലോകം ഞാൻ കാണുകയാണ്. ഒരു വെള്ളിയുടെ പട്ടണവും കാണുന്നു പറയുമ്പോൾ ഇയാളെ പരാതിക്കാൻ അവരോട് ചോദിക്കാന്ന്, ഏതെങ്കിലും നബിക്കുള്ളതായിരിക്കുമല്ലേ? ഏത് നബിയുടെ കൊട്ടാരങ്ങളാണ് ഇവ? വലിയ ഈ സിദ്ദീഖിനാണ് പടച്ചോനെ, ഇത് ഏത് സിദ്ദീഖിന്റെ ഏത് സാധ്യതകൾ അള്ളാഹു കൊടുക്കാൻ വെച്ചതാണ്? വലിയ ഷഹീദിനാണ് ഏത് രക്തസാക്ഷിക്കുള്ളതെന്ന് ചോദിക്കുന്നു. അത് വിചാരിച്ചത് ശ്രോതാക്കളുള്ളതാണ്, നബിമാർക്കുള്ളതാണ്, സിദ്ദീഖുകൾക്കുള്ളതാണ് വിചാരിച്ചു. അല്ല പറയും, ഇത് ആർക്കുമുള്ളതല്ല, നബിമാർക്കുള്ളതല്ല, സിദ്ദീഖുകൾക്കുള്ളതല്ല, ശ്രോതാക്കൾക്കുള്ളതല്ല. ലിമൻ അഖ്സമൻ, ഇത് വിൽക്കാനുള്ളതാണ്, വിൽപ്പനയ്ക്ക് വെച്ചതാണ് എന്ന് പറയും. സ്വർഗത്തിലാണ് ലിമൻ അഖ്സമൻ, ഇത് വില കൊടുക്കുന്നവർക്കുള്ളതാണ്. അത് ചോദിക്കും, യാ റബ്ബി വമൻ യംലികുദാലി, ആർക്കതിനെ പറ്റിച്ച, ആർക്ക് അത്രയും വലിയൊരു കൊട്ടാരങ്ങൾ വാങ്ങാനാണ് കയ്യിൽ കാശുണ്ട്? എല്ലാം ശൂന്യമായ കയ്യുമായി ഏത് പ്രഭുക്കന്മാരും ഏത് രാജാക്കന്മാരും വട്ടപൂജമായിട്ട് ഉന്നതിക്കാൻ ഒന്നും കഴിയില്ല. ആർക്ക് പറ്റും അല്ലാഹു ഈ മനോഹരമായ ലോകം വാങ്ങാൻ? അല്ല പറയും, അന്ത തംലികു ദാലിക, നിനക്കതിനെ പറ്റുന്നവർ, നിനക്കതിനെ പറ്റും. എങ്ങനെ? അല്ല പറയും, തഅഫു അൻ അഖീ, ഇയാൾക്ക് നീ മാപ്പ് കൊടുക്കുകയാണ്. ഇയാൾ നിന്നെ ദ്രോഹിച്ചു, ശരിയാണ്, ഇയാൾക്ക് നീ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ മനോഹരമായ വെള്ളിയുടെ പട്ടണവും സ്വർണ്ണ കൊട്ടാരങ്ങളും നിനക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നതായി പറയാം. ശേഷം മനുഷ്യരെ നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണം. നിങ്ങൾക്കിടയിലെ പിണക്കങ്ങൾ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടുക, ദമ്പതികൾക്ക് പ്രശ്നങ്ങൾ ഇടപെടുക, നാട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നന്നാക്കാനുള്ള വഴികൾ തേടുക. അതാണ് ഏറ്റവും അന്ത്യനാളിൽ പടക്കം പോലും അള്ള പോലും സുൽഹ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കരുത് എന്ന് നബി അത്ര വലിയൊരു അമലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാത്ത കുടുംബങ്ങളിൽ, നാട്ടുകാർക്കിടയിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകൾ തീർക്കാൻ ശ്രമങ്ങൾ ഏർപ്പെടുന്നത് നാം ചെയ്യുന്ന വലിയൊരു അമലാണ്, വലിയ പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യദീനിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.